സമാഗതമായിരിക്കുമ്പോൾ ഇതാ കടന്നു വരികയാണ് അക്ഷരനഗരിയുടെ സൗന്ദര്യ വിസ്മയം. ഇവൾ എണ്ണം പറഞ്ഞ കൊമ്പന്മാർ അണിനിരന്നു നിന്ന് ചാന്താനിക്കാട് തറവാടിന്റെ അഭിമാനമായ പെൺകുരുതി ഗജറാണി ചാന്താനിക്കാട് ഷീല. തന്റെ സാരഥി ശശിചേട്ടന്റെ കൈകൾ പിടിച്ചുകൊണ്ട് ചാന്താനിക്കാടിന്റെ പെൺമഴകി കടന്നു വരികയാണ്. ഒരു പിടി താരങ്ങളെ ചാന്താനിക്കാട് ദേശത്തിന്റെയും അക്ഷരനഗരിയുടെ കിഴക്കൻ കവാടത്തിന്റെയും അഭിമാനമായ സൗന്ദര്യമാണിവൾ. അതെ, വേദികളിലേക്കെല്ലാം വേറിട്ട ചന്തമായി കടന്നു ചെന്ന് ആരാധകരെ തന്നോട് ചേർന്ന ചരിത്രമുള്ള നാരി സൗന്ദര്യമാണ്. നാട് കൊതിക്കുന്ന താരങ്ങൾ നെഞ്ചു വിരിച്ചു നിന്ന ചാന്താനിക്കാടിന്റെ മുറ്റത്തു നിന്നും ചെറായി ഗൗരീശ്വരന്റെ മണ്ണിലേക്ക് പതിവായി എത്തുന്ന ആനയൂട്ടിന്റെ പതിവുകാരി ഇതാ ഇത്തവണയും തന്റെ പദവിന് ഭംഗം വരുത്താതെ പ്രൗഢിയോടെ അവതാരം കൊള്ളുകയാണവൾ. ഗജറാണി ചാന്താനിക്കാട് ഷീല. മതിരുവരമ്പുകളില്ലാതെ നിറയുന്ന ചെറായിക്കരയുടെ മണിത്തട്ടിലേക്ക് ഗജസേന ആനഗ്രഹവിശബ്ദമൊരുക്കുന്ന ആനയൂട്ടിലേക്ക് കടന്നു വരികയാണവൾ. നിത്യകല്യാണിയായ കുമാരനല്ലൂർ ദേവിയുടെ തൃപ്പാദ സേവ ചെയ്യുവാൻ സൗഭാഗ്യത്തിന്റെ യോഗപുണ്യം കൈവന്ന പിടിയാനെന്ന ശ്രീ മഹാദേവിയുടെ ദാസിയായി കുമാരനല്ലൂർ ദേശത്തിന്റെ അഭിമാനത്തിന് സമാനതകളില്ലാത്ത പകർന്നാട്ടം സമ്മാനിച്ചവൾ കാർത്യായനി പ്രിയ ഗജറാണി കുമാരനല്ലൂർ പുഷ്പ. അത് അക്ഷരനഗരിയുടെയും ആന കേരളത്തിന്റെയും അഭിമാന പൗരുഷങ്ങളെ വഴി നടത്തിയ സാരഥി രതീഷിന്റെ കൈകൾ പിടിച്ച് ചെറായിക്കരയിലേക്ക് വരികയാണ് കുമാരനല്ലൂരിന്റെ പെണ്ണഴക്. ഇവൾ എണ്ണം പറഞ്ഞ വിസ്മയങ്ങൾ അതിർത്തി കടന്നു വന്ന അക്ഷരനഗരിയുടെ മണ്ണിലേക്ക് കുമാരനല്ലൂരിനായി അവതാരം കൊണ്ടവൾ. വടക്കൻ മണ്ണിന്റെ വടിത്തട്ടിലെ പിറവിയാൽ വശ്യ സൗന്ദര്യം ഊട്ടിയുറപ്പിച്ച് ഉത്സവ മലയാളത്തിന്റെ വിരിമാറിൽ ആവേശത്തിന്റെ പ്രകമ്പനം സൃഷ്ടിച്ചവൾ. ആർത്തുകയുന്ന വേമാരി പോലെ തോറ്റു പിന്മാറുന്ന സൗന്ദര്യ മികവുമായി ഉത്സവ മലയാളത്തിന്റെ തെക്കൻ ഹൃദയമടക്കി ഭരിക്കുന്ന പിടിയാനെന്ന് ഏത് വേദിയും കീഴടക്കുവാൻ പോകുന്ന സൗന്ദര്യ മികവിന് ഒരു കാലത്തും കോട്ടം വന്നിട്ടില്ലെന്ന് തെളിയിച്ചിത വീണ്ടും ഗജസേനയുടെ ആനയൂട്ടിലേക്ക് താരമാകുവാൻ വരികയാണ് പുഷ്പ. അനുദിനം ആറാടി ആഘോഷത്താൽ അനുഗ്രഹിക്കുന്ന കുമാരനല്ലൂർ ദേവിയുടെ മണിത്തട്ടിൽ നിന്നും ചെറായി ഗൗരീശ്വരന്റെ സന്നിധിയിലേക്ക് ഈ വർഷവും വരികയാണവൾ. കുമാരനല്ലൂർ മഹാദേവി ചാരത്തു ചേർത്ത് അനുഗ്രഹിച്ച ഗജനാരീരത്നം കാർത്യായനി പ്രിയ ഗജറാണി ഗജസുന്ദരി കുമാരനല്ലൂർ പുഷ്പ. ഒരുങ്ങുമ്പോൾ ഗജസേനയുടെ ക്ഷണം സ്വീകരിച്ച് ചെറായിക്കരയുടെ മണ്ണിലേക്ക് വീണ്ടും വരികയാണ് സൗന്ദര്യരത്നം. ഇവൾ പുതുകുളങ്ങര വാഴുന്ന ശ്രീ മഹാദേവിയുടെ അരുമയും ആരോമലമായ പിടിയാനെന്ന് വഞ്ചിപ്പാട്ടിന്റെ താളത്തിൽ മയങ്ങുന്ന നാടിന്റെ മനോഹരിയായ വാരണറാണി പുതുകുളങ്ങര ശ്രീ പാർവതി. തന്റെ നാടുകളിൽ രാജകീയത നിറയ്ക്കുന്ന ധീരനായ സാരഥി കല്ലിശ്ശേരി അനിച്ചോട്ടന്റെ കൈകൾ പിടിച്ച് മലയാള പഴനിയിൽ ആനയൂട്ട് കൂടുവാൻ ഈ വർഷവും കടന്നു വരികയാണവൾ. ആറന്മുളകളിൽ ഏറി വരും ആറന്മുള തമ്പുരാന്റെ കലകളിൽ എണ്ണം പറഞ്ഞ കരയായ ഓതറയുടെ അഭിമാനതാരം ഓതറ ദേശം വാഴിരുന്ന ശ്രീ ശങ്കരിക്ക് പിൻഗാമിയായി പുതുക്കുളങ്ങര ശ്രീ മഹാദേവിയുടെ തടപ്പേറ്റി നിന്നവൾ. അഴകിന്റെ പഞ്ഞാനെ ചന്തം സമ്മാനിച്ച ആനപ്രേമികളെ നിമിഷാർത്ഥ നേരം കൊണ്ട് ആവേശം കൊടുമുടിയെത്തിക്കുന്ന പിടിയാനെ ചെന്ന് തന്റെ പാദമുദ്രകൾ പണിയാത്ത രാജഭൂമികൾ തെക്കൻ പടക്കലങ്ങളിൽ നിന്ന് തെളിയിച്ചു നിന്നവൾ. ഏത് വേദിയും കീഴടക്കുവാൻ പോകുന്ന സൗന്ദര്യവുമായി എവിടെയും നിറഞ്ഞു നിൽക്കുന്ന നാടാന വിസ്മയമായി വന്നു ചേരുകയായി ഓതറയുടെ പിടിയാനെ ചന്തം ഗജകുല രാമന കർമ്മി ഓതറ പുതുക്കുളങ്ങര ശ്രീ പാർവതി. കർക്കടകവാസത്തിന്റെ കരുതലോടെ ഇവിടെ എത്തുന്ന ഗജസേനയുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ടിത ഈ മണ്ണിന്റെ മണിത്തട്ടിലേക്ക് വരികയാണ് കോട്ടയം ഗജനിരയിലെ വേറിട്ടൊരു കൊമ്പൻ. ഇവൻ കല്യൂത്താണിയുടെ നാമധേയமான കേരളത്തിന് സുപരിചിതമാക്കിയ സൗന്ദര്യ ശ്രീമാൻ യുവരാജ കേസരി കല്യൂത്താണി ശിവസുന്ദർ.
ഏത് വേദിയിലും എഴുന്നള്ളി നിൽക്കുവാൻ പോകുന്ന അഴകും അതിനൊത്ത പ്രൗഢിയും തനിക്ക് സ്വന്തമായി ഉണ്ടെന്ന് തെളിയിച്ച് എഴുന്നള്ളി നിൽക്കുന്നവൻ പുതിയ കാലത്തിന്റെ വിസ്മയങ്ങളിൽ പെരുമയുള്ള രാജാക്കന്മാരുടെ യുവകാലം സമാഗതമാകുമ്പോൾ ആ കാലത്തിന്റെ നായകത്വം വഹിക്കുവാൻ ഇവിടെ ഉണ്ടാകുമവൻ. പുതിയ പുതിയ താരങ്ങളെ പുതുമയുള്ള അവതാര പിറവികളായി ഈ നാടിന്റെ വെടിത്തട്ടിൽ കൊണ്ടുവന്നെത്തിച്ച ഗജസേനയുടെ ക്ഷണം സ്വീകരിച്ച് ഈ വർഷം പമ്പന്മാരിൽ ഒരുവനായി വരികയാണവൻ. കോട്ടയത്തിന്റെ തട്ടകവും പാലായുടെ പൊൻമണ്ണും കടന്ന് വിസ്മയങ്ങളുടെ രാജകീയതയിൽ നിറഞ്ഞറിയുന്ന ഗജരാജൻ, ആരാധകരുടെ സ്വന്തം സ്വന്തം സുന്ദർ സിംഗ്, യുവരാജ കേസരി കല്ലൂർ താഴെ ശിവസുന്ദർ. ഈ കളിയിൽ പൂജ കൈകൊണ്ട് വളർന്ന ഒരു യുവരാജാവും ഇനിയിത ഗജസേനയുടെ ആനയൂട്ടിലേക്ക് സമാഗതനാകുകയായി. വാക്കുകൾ കൊണ്ട് വർണ്ണിച്ച് വിസ്മയിപ്പിക്കുവാൻ വാശിയുള്ള ഭൂമിക പോലും തികയാതെ വരുന്ന നാമധേയം അടുത്ത കാലത്തിൽ ഉലക നായകനെ ഉറച്ചു വിളിക്കുന്ന കരുത്തനായ രാജകുടി. ഇവൻ കൊളക്കാടന്റെ കുട്ടിയാണ്. സാക്ഷാൽ ഇളമുരം തമ്പുരാൻ കൊളക്കാടൻ കുട്ടികൃഷ്ണൻ. വർഷങ്ങളായി ചെറായി ആനയൂട്ടിന്റെ വാരണ വിസ്മയമായി തെളിഞ്ഞു നിൽക്കുന്ന ആ ധീര യുവ രാജാവിന തന്റെ സ്വന്തം സ്വന്തം സാരഥി വെട്ടിലന്മാർ ശുചിവിന്റെ കൈകൾ പിടിച്ചുകൊണ്ട് വീണ്ടും കടന്നു വരികയായി. ഉദിച്ചു നിൽക്കുന്ന സൂര്യനും പതിച്ചു പോകുന്ന അഴകും ഉയരക്കേമന്മാർക്കൊപ്പം പിടിച്ചു നിൽക്കുന്ന നിലവും സ്വന്തമായുള്ളവൻ. ആർക്കു മുന്നിലും അടിയറവ് പറയുവാൻ തനിക്ക് മനസ്സില്ലെന്ന് അടിവരയിട്ട് തെളിയിച്ചെഴുന്നള്ളി നിൽക്കുന്നവൻ. വേദികളെ താൻ ഭരിക്കുമെന്നും തന്റെ നേരാട്ടത്താൽ ആവേശങ്ങൾക്ക് രാജകീയത ഇരട്ടിയാക്കുമെന്ന് തെളിയിച്ചിരുന്ന മലബാറിന്റെ മറ്റുള്ള സുൽത്താൻ. അതെ, തട്ടകങ്ങളിൽ നിന്നും തട്ടകങ്ങളിലേക്കും ആവേശങ്ങളിൽ നിന്നും ആവേശങ്ങളിലേക്കും ഇഞ്ചോടിഞ്ച് മലബാറിന്റെ ആവേശമായി നിൽക്കുന്ന സുൽത്താൻ കുട്ടി വിശ്വാസ സുബ്രഹ്മണ്യ ഭൂമിയിൽ ആചാരപ്പെരുമയുടെ ആനയുടെ ഒരുങ്ങുമ്പോൾ ഈ പുണ്യഭൂമിയിലേക്ക് വരികയാണവൻ. കൊളക്കാടൻ തറവാടിന്റെ പേരും പെരുമയും കോടാനു കോടികൾക്ക് മുന്നിൽ ആവേശ വിസ്മയമാക്കിയ കരുത്തനായ കുമ്പനാണ് ഇവൻ. ഉലക നായകൻ സാക്ഷാൽ കൊളക്കാടന്റെ കുട്ടിയാണ്. ഇളമുരം തമ്പുരാൻ കൊളക്കാടൻ കുട്ടികൃഷ്ണൻ. ഉത്സവകാലത്തിന്റെ ആഘോഷം ഉന്നതികളുടെ മഹോന്നതിയിലേക്കും ആവേശങ്ങളിലേക്കും ലയിക്കുവാൻ ഒരുങ്ങുമ്പോൾ പുതിയൊരു നാമധേയവും കൂടി അവതരിക്കുകയാണ് ആരാധകരുടെ കുട്ടി. ഇവൻ കാലമേറെ കാലം കരപ്പുറത്തിന്റെ ആരോമപുത്രനായി വെള്ളാപ്പള്ളി കുട്ടിശങ്കരനായി ഗജസ്നേഹികളുടെ മനം കീഴടക്കിയവൻ. ഒരു കാലത്തിന്റെ തലമുറയെ എല്ലാം ആനക്കമ്പത്തിന്റെ രസച്ചേർന്നിലേക്ക് ചേർത്തു നിർത്തിയവൻ. അബ്ദുള്ളവരിലെ ആൺകുട്ടിയായി ആ കാലത്തിന്റെ ആവേശങ്ങളെല്ലാം അനിതര സാധാരണമായ പെരുമ സൃഷ്ടിച്ചവൻ. അലങ്കാരങ്ങൾക്കപ്പുറം ആവേശത്തിന്റെ പൂർണ്ണതകൾക്ക് അർത്ഥവിസ്മയങ്ങൾ സമ്മാനിച്ചുകൊണ്ടിരുന്ന തന്റെ സാരഥിമാർ വലിയ തമ്പിരാശന്റെയും കൊടുങ്ങല്ലൂർ അനീസിന്റെയും കൈകൾ പിടിച്ചുകൊണ്ട് ചെറായി ആനയൂട്ടിലേക്ക് വരികയാണവൻ. സാക്ഷാൽ ശ്രീചക്രരാജ പ്രജാപതി ഗജസമ്രാട്ട് ഏറ്റുമാനൂർ കുട്ടിശങ്കരൻ. വേദികളിൽ തെളിയിച്ചു നിന്നവൻ
വാസിയുള്ള കൊമ്പന്മാരുടെ വരവിന് സാക്ഷ്യം ലഭിച്ച ചരിത്ര ഭൂമിയിൽ നിന്നും അങ്കമാലിയുടെ ആനപ്പെരുമയിലേക്ക് ചുവടുവച്ചവൻ അന്നൊരു നാളിൽ പൂരനായകന് പകരക്കാരനായി ഉദയനാമലത്ത് മണ്ണുണ്ണിയുടെ തിരം കെട്ടി അഷ്ടമി പെരുമറിയിച്ചവൻ ഏഴര പൊന്നവനകത്ത് നാഥനായ ഏറ്റുമാനൂരപ്പന്റെ തട്ടകത്തിൽ ചെന്നെത്തി ഭഗവാനെ ശിരസിലേക്ക് സേവ ചെയ്തവൻ പൂരനഗരിയുടെ ആരവങ്ങളിൽ ആനത്തത്തിന്റെയും ആഘോഷത്തിന്റെയും ഇരട്ടി ആവേശം സൃഷ്ടിച്ചു കാണിച്ച കരുത്തനായ ഗജകേസരി ഇളങ്കുന്നപ്പുഴയിലും പെരുന്നയിലും ഇതിഹാസങ്ങൾ പിറന്ന ഈ ചെറായിക്കരയിലും സുബ്രഹ്മണ്യ സേവയ്ക്ക് പതിവായി എത്തുന്നവൻ പഴനി പെരുന്നാളിന്റെ ആഘോഷവും പന്തളമാറ്റി വിസ്മയങ്ങളും കൂടുവാൻ പൂരനഗരിയുടെ ചാരത്തേക്ക് ചെന്ന കുന്നംകുളത്ത് ചരിത്രം കുറിച്ചവൻ രചിച്ചതെല്ലാം ഇതിഹാസമാക്കുവാനും ചരിത്രത്തിന് പുതിയ ഗാനങ്ങളും സമ്മാനിക്കുവാനും തീരെ തീരെ പഠിക്കാത്ത കരുതലായിട്ടുള്ള വരികയാണ് മക്കളായ കടൽ പുതിയ കാലത്തിന്റെ ആവേശവും ഒരു തരി പോലും ചോരാതെ കാത്തു സൂക്ഷിക്കുന്ന ചെറായിയുടെ മണ്ണിലേക്ക് ഗജശ്രേണിയുടെ ക്ഷണം സ്വീകരിച്ച് എഴുന്നള്ളി എത്തുകയാണ് കടൽ സാക്ഷാൽ ഗജവീരനെന്നും ഗജേന്ദ്ര വീരപ്രതാപി സഖ്യാദ്രി രാജൻ മധുരപുരം കടൽ അഴകിന്റെ പുഷ്പാഷ്ടം കയ്യിലെത്തി വിരാജിക്കുന്ന സുന്ദരഗന്ധർവൻ കാലം കുന്നത്തൂർ കാളിയുടെ ഗന്ധർവ സൗന്ദര്യം എന്ന കാലിൽ പേര് ചൊല്ലി വിളിച്ചവൻ അവതരിക്കുകയായി അഴകിന്റെ പൊന്നാര ചന്തമായി ശ്രീ ഗുരുവായൂരപ്പന്റെ ആലയമേ പുത്രൻ അവതരിക്കുകയായി സാക്ഷാൽ നാരായണ പ്രിയൻ ഗുരുവായൂർ ദേവസ്വം ബാലകൃഷ്ണൻ ഇതാ ഗുരുവായൂർ അമ്പലത്തിലെ ഗന്ധർവനെ ഗുരുത്വത്തിന്റെ മഹിമയിൽ വഴി നടക്കുന്ന ചടകാരൻ പുത്തനങ്ങാടി സമരാലയത്തിന്റെ കൈകൾ പിടിച്ചുകൊണ്ട് വീണ്ടും ആനയുണ്ടുകൂടുവാൻ വരികയാണ് ബാലകൃഷ്ണൻ ഉദിച്ചുയർന്ന ആവേശവും ധരിച്ചുയർത്തുന്ന ജനസാഗരവും സാക്ഷിയാകുമ്പോൾ ഇത് നാലാം തവണയും ഗൗരീശ്വരന്റെ മണ്ണിൽ ബാലകൃഷ്ണന്റെ വരവ് ഇവൻ അളകാപുരി ഹോട്ടൽസിന്റെ അടയാള കാണിക്കയായി ഗുരുവായൂരപ്പനായി നടത്തിയായിട്ടപ്പെട്ട നാടൻ കൊമ്പനാണ് കോഴിക്കോടിന്റെ വഴിത്തട്ടിൽ നാട്ടാണ് പറവുകളുടെ അപൂർവതയും ചൂടി നാട്ടിൽ പിറന്ന കൊമ്പനായി പേരുവേണ്ടവൻ മനുഷ്യനെ കണ്ട് മനുഷ്യനോടൊപ്പം വളർന്ന് മനുഷ്യകുലത്തിൽ കിടന്ന് നാഥനായ ശ്രീനാരായണന് സേവ ചെയ്യുവാൻ 1.5 വയസ്സിൽ നടയിരുത്തപ്പെട്ടവൻ മറുകളഭം നെറ്റിയിലും മറുതുളസിഹാരം കഴുത്തിലും മറുമണ്ണ് നാക്കിലും പകർന്നു നൽകി നാരായണപ്പുഴ സ്വീകരിച്ച നാരായണ പ്രിയൻ നാടെങ്ങും നിറഞ്ഞെണ്ണുന്ന നല്ല കാലമായപ്പോൾ നല്ലവൻ കണ്ണന്റെ തട്ടകത്തിൽ തന്നെ നായകത്വം ഏറ്റെടുത്തവൻ അഷ്ടമിയും രോഹിണിയും ചേർന്ന പഞ്ഞിൽ പിറന്ന സുദിനത്തിൽ തന്നെ ഭഗവാന്റെ സ്വർണ്ണക്കോലം ശിരസിലെത്തിയവൻ കാത്തിരിക്കുന്നതൊന്നും വെറുതെയാകില്ലെന്നും കാൽക്കൽ ലഭിച്ചാൽ കൈവിടില്ലെന്നും തെളിയിച്ച് ശ്രീ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ച ചരിത്രമുള്ളവൻ ഗുരുവായൂരപ്പന്റെ പൊന്നുകോലം ശിരസിലെത്തിയ നാൾ മുതൽ ആഘോഷങ്ങളുടെ വേദികളിൽ അവിസ്മരണീയമായ സ്ഥാനം നേടിയെടുത്തവൻ ഇതാ മധ്യയുടെ ഭൂമിയിലും മഴയൂരിന്റെ ഭാഗവതത്തിലും ഭൂതാനത്തിന്റെ ജ്ഞാനപാതയിലും പൂർണ്ണസത്യമായി കുടികൊള്ളുന്ന പൊന്നു ഗുരുവായൂരപ്പനെയും തൊഴുതു വഴങ്ങി വീണ്ടും വീണ്ടും ചെറായിക്കരയുടെ മണ്ണിലേക്ക് വരികയാണ് ശ്രീ ഗുരുവായൂരപ്പന്റെ കുട്ടികൾ പതിവായെത്തി ആഘോഷം സൃഷ്ടിക്കുന്ന ഗൗരീശ്വരന്റെ മണ്ണിലെ ഇന്നത്തെ ഭൂമി തമ്മിലാണ് ശ്രീ ഗുരുവായൂരപ്പന്റെ ശ്രീകൃഷ്ണ ബാലകൃഷ്ണൻ സാക്ഷാൽ നാരായണപ്രിയൻ ഗുരുവായൂർ ദേവസ്വം ബാലകൃഷ്ണൻ പഴം, കരിമ്പ്, പൈനാപ്പിൾ, മെസ്സേജ് ചെറായി ഗൗരീശ്വരൻ ക്ഷേത്രവിഹാരിയിൽ 2026 സെപ്റ്റംബർ 20-ാം തീയതി ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ സംഘടിപ്പിക്കുമ്പോൾ മുഴുവൻ കായിക പ്രേമികൾക്കും ചെറായി ഗൗരീശ്വരൻ ക്ഷേത്രത്തിലേക്ക് സഹർഷം സ്വാഗതം.
ഗപ്പൂറ്റ്. അതാണ് അവിടുത്തെ ഗപ്പൂറ്റ്.